രാജീവ് ചന്ദ്രശേഖറിൽ എത്രത്തോളം പ്രതീക്ഷയുണ്ട്? അല്ലെങ്കിൽ നെക്സ്റ്റ് ഓപ്ഷൻ കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവിൽ എത്ര പ്രതീക്ഷയുണ്ട്? കോൺഗ്രസ്സിൽ ഒരു പ്രതീക്ഷയില്ല, ഒരിക്കലും അങ്ങനെ ഒരു നേതൃത്വം ഇല്ലല്ലോ. പിന്നെ BJPക്ക് ഒരു ചാൻസ് കൊടുക്കണം എന്ന് പറയാം. കാര്യം ഞാൻ വ്യക്തമായ ഒരു പാർട്ടിയിൽ ഉള്ള ആളായിരുന്നു. എനിക്കിപ്പോൾ ആ പാർട്ടിയിൽ അങ്ങനെ അധികം വലിയ വിശ്വാസമൊന്നുമില്ല. അതുകൊണ്ട് പുതിയൊരു നേതൃത്വം വരട്ടെ എന്നുള്ള ഒരു ആഗ്രഹം തന്നെയാണ്. എപ്പോഴും 5 വർഷം ഒരാൾ ഭരിക്കുക, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളങ്ങോട്ട് തട്ടിക്കളിക്കുന്ന പോലെയാണ്. അപ്പോൾ ഇനി ഇവർ പറഞ്ഞതുപോലെ ഒരു നമുക്ക് പ്രതീക്ഷകൾ തരുന്ന, ഇപ്പോൾ ട്രിവാൻഡ്രം തന്നെ നോക്കുമ്പോൾ നല്ല നല്ല കാര്യങ്ങളിലാണ്. എത്രത്തോളം ചെയ്യുമെന്നറിയില്ല, പക്ഷേങ്കിൽ അവർ പറയുന്നത് കേൾക്കുമ്പം അതിൽ നിന്നൊരു 60% അല്ലെങ്കിൽ 80% ചെയ്യും എന്നുള്ളൊരു പ്രതീക്ഷ നമുക്ക് തോന്നുന്നുണ്ട്. നമ്മൾ കണ്ടത് അതാണ്, പലയിടത്തും കണ്ട അനുഭവങ്ങൾ അങ്ങനെ കൊണ്ടാണ്. അതുപോലെ തന്നെ പിന്നെ നമ്മൾ എന്താണ് പ്രധാനമന്ത്രി ആയി കഴിഞ്ഞാലും അദ്ദേഹം നല്ല ആരെയും വെറുപ്പിക്കാതെ, അല്ലെങ്കിൽ ഒരു മതം രാഷ്ട്രീയം ഇങ്ങനെയൊന്നും ഇല്ലാതെ നമുക്ക് രാജ്യത്തിന് വേണ്ടിയിട്ട് നിലകൊള്ളുന്നൊരു മനുഷ്യനാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം ഒരു മാറ്റം വരണമെന്നാണ് പൊതുവെയുള്ള ഒരു അഭിപ്രായം കാണുന്നത്. നമ്മൾ എല്ലാവരുമായിട്ട് സംസാരിക്കുന്നതാണല്ലോ. അപ്പം ഒരു മാറ്റം അത് അത്യാവശ്യമാണെന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. അത് എത്രത്തോളം സക്സസ് ആവുമെന്നുള്ളത് പറയാൻ പറ്റില്ല. അത് നമ്മൾ പോളിംഗ് ബൂത്ത് പോകുമ്പോൾ ഉള്ള ഒരു അത് വേണ്ട എന്ന് തോന്നുകയാണെങ്കിൽ അന്നേരം അത് പറയാൻ പറ്റില്ല നമുക്കത്. നമ്മളെ ഫീൽഡിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ തന്നെ പോയിക്കഴിഞ്ഞാലുള്ള എമൗണ്ടുകൾ കൂടുതൽ, ഓഫീസുകളിൽ പോയി കഴിഞ്ഞാൽ അപ്പോൾ ഒരു നല്ലൊരു ഭരണം കാഴ്ചവെക്കുന്ന, വികസനങ്ങൾ കൊണ്ടുവരുന്ന ഒരാളെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മൾ നിഷ്പക്ഷമായിട്ട് നിൽക്കുന്ന ആളാണ്. അപ്പോൾ ആ നിഷ്പക്ഷമായിട്ട് നമുക്ക് മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്ത് പോളിംഗ് ബൂത്ത് കയറുന്നതിൻ്റെ മുമ്പേ നമ്മളത് കറക്റ്റായിട്ട് ചെയ്യും. കാരണം ഇനി ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ ദരിദ്രമായി പോകുന്ന സിറ്റുവേഷനിലേക്കാണ് വരുന്നത്. കാരണം അത് ഇനി ഉണ്ടാവാൻ പാടില്ല. വികസനവും വേണം, എല്ലാ ജനങ്ങളും ഒരേപോലെ നല്ല രീതിയിൽ ജീവിക്കണം. അല്ലാണ്ട് ഒരാളെ പറ്റിയിട്ട് ഇങ്ങനെ അവർക്ക് വേണ്ടുന്ന ആൾക്കാരെ മാത്രം കൊണ്ടുവരിക, പിടിക്കുക, അങ്ങനെയുള്ള എല്ലാം നമുക്കൊരു വിഷമമുണ്ട്. എന്തായാലും മാറാത്തത് മാറും എന്ന് പറയുന്ന ആ ഒരു വാചകം അത് ജനങ്ങൾ ഉൾക്കൊണ്ട് കഴിഞ്ഞു. മാറ്റം അനിവാര്യമാണ്, മാറ്റം ആഗ്രഹിക്കുന്നു. ഇനി നമുക്ക് ഓരോ ദിവസവും മുന്നോട്ട് പോകുമ്പോൾ എത്രമാത്രം ഓരോ പാർട്ടിക്കും അവരെ പ്രൊജക്റ്റ് ചെയ്യാൻ സാധിക്കുന്നു, അല്ലെങ്കിൽ അവർ എത്രമാത്രം നാളെ ഈ സമൂഹത്തിന് യൂസ്ഫുൾ ആണെന്ന് അവർക്ക് സ്ഥാപിക്കാൻ സാധിക്കുന്നു, അതനുസരിച്ചിരിക്കും അടുത്ത സർക്കാരിൻ്റെ ഒരു തീരുമാനം എന്ന് പറയുന്നത്.